ഹായ് ഓൾ, വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന 25 സെന്റൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ യെസ് ഓർ നോ അതായിരിക്കും ആൻസർ കിട്ടുക, ഓൾമോസ്റ്റ് കേട്ടോ. ഇപ്പൊ നമ്മൾ വീട്ടിൽ ചോദിക്കത്തില്ലയോ, ഉറക്കം നന്നായിരുന്നോ, അതല്ലെങ്കിൽ ഉറക്കം വരുന്നുണ്ടോ, ഉറങ്ങാൻ പോവുകയാണോ, ഇങ്ങനെയുള്ള കുട്ടി കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഇതിനൊക്കെ മറുപടി ഏകദേശം ഒരു യെസ് ഒരു നോയോ പറഞ്ഞാൽ തീരാവുന്നതാണ്. അപ്പൊ നമുക്കിന്ന് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ആദ്യം തന്നെ ഇപ്പൊ ഒരുപാട് ലേറ്റൊക്കെ ആയി നമ്മൾ മക്കളോട് ചോദിക്കുക അല്ലെ, ഉറക്കം വരുന്നുണ്ടോ. എങ്ങനെയാണ് ഉറക്കം വരുന്നുണ്ടോ എന്ന് ഹിന്ദിയിൽ ചോദിക്കുക. അവിടെ ഉറക്കത്തിനെ പറയുന്നത് നീന്ത് എന്നാട്ടോ. അപ്പൊ നീന്ത് ആ രഹി ഹേ ക്യാ, നീന്ത് ആ രഹി ഹേ ക്യാ, ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഉറങ്ങാൻ പോവുകയാണോ എന്നെങ്ങനെ ചോദിക്കുക. ഉറങ്ങാൻ പോവുകയാണ്, അവിടെ ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ അതാണ് അവിടെ ആൻസർ വരുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഹാ അത്രേ ഉള്ളൂ, ഇല്ലെങ്കിൽ നെഹി. മനസ്സിലാവുന്നുണ്ടോ? ശരി, ഇനിയിപ്പോ ഉറങ്ങാൻ പോവുകയാണോ എന്നെങ്ങനെ ചോദിക്കണ്ടേ. സോനെ ജാരേക്ക, സോന എന്ന് പറഞ്ഞ ഉറങ്ങുക. അപ്പൊ ഉറങ്ങാൻ പോവുകയാണോ, സോനെ ജാ, ഷോർട്ടായിട്ട് അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടെ സോനെ ജാ രഹേ ഹോക്ക എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് സോനെ ജാരേക്ക എന്നാ ചോദിക്കാം, ഉറങ്ങാൻ പോവുകയാണോ എന്നുള്ളത്. ഇനിയിപ്പോ ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന ആളോട് നമ്മൾ ചോദിക്കും അല്ലെ, ഉറക്കം നന്നായിരുന്നോ എന്ന് ചോദിക്കും. എങ്ങനെയാണ്, ക്യാ ആപ്കി നീന്ത്, നീന്ത് എന്ന് പറഞ്ഞ ഉറക്കം, നീന്ത് അച്ചി ഹുയി, നീന്ത് അച്ചി ഹുയി, ഉറക്കം നന്നായിരുന്നോ, ക്യാ ആപ്കി നീന്ത് അച്ചി ഹുയി എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അതല്ലെങ്കിൽ അച്ചി തീ എന്നും ചോദിക്കാം കേട്ടോ, കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. അപ്പൊ അവിടെ ഫാസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ക്യാ ആപ്കി നീന്ത് അച്ചി ഹുയി തീ. ക്ലിയർ ആയോ? ഇനിയിപ്പോ നമ്മളൊരു വ്യക്തി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോദിക്കട്ടോ, എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കത്തില്ല. എങ്ങനെയാ, ആ ക്യാ ബനാ രഹേ ഹോ, ക്യാ ബനാ രഹേ ഹോ എന്ന് വെച്ചാൽ എന്താണ് ഉണ്ടാക്കുന്നത് എന്നാണ്. എന്താണ് ചെയ്യുന്നത് എന്നാണെങ്കിലോ, ക്യാ കർ രഹേ ഹോ, ക്യാ കർ രഹേ ഹോ, എന്താണ് ചെയ്യുന്നത്. ഇവിടെ താങ്കളാണെങ്കിൽ ആപ്പ് കേട്ടോ, ആപ് ക്യാ കർ രഹേ ഹോ. ഇനി അതുപോലെ നിങ്ങളാണെങ്കിൽ തും, തും ക്യാ കർ രഹേ ഹോ. തൂ നമ്മൾ യൂസ് ചെയ്യാറില്ല, അപ്പൊ ആപ്പും തുമ്മും. ഇനിയിപ്പോ ആപ് ക്യാ കർ രഹേ ഹേ എന്നും ചോദിക്കാം. ഗ്രാമർ പ്രകാരം അങ്ങനെയാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ക്യാ കർ രഹേ ഹോ അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇനി അതുപോലെ തന്നെ ജോലി കഴിഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. ജോലി കഴിഞ്ഞോ എന്ന് ചോദിക്കാനായിട്ട് ജോലിനെ പറയുന്നത് കാം എന്നാണ്. ഓക്കെ, കാം ഖതം ഹോ ഗയാ ക്യാ എന്ന് ചോദിക്കാം. കാം ഖതം ഹോ ഗയാ ക്യാ, ജോലി കഴിഞ്ഞോ. ഇവിടെ എല്ലായിടത്തും ക്യാ പറയണം എന്നില്ല, പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ക്യാ കൂട്ടി പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മള് ജോലി കഴിഞ്ഞോ, കം ഹോ ഗയാ എന്ന് ചോദിച്ചാൽ മതി. അതല്ലെങ്കിൽ കം ഖതം ഹോ ഗയാ എന്ന് ചോദിക്കാം. അവിടെ ഖതം എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ആക്കാൻ പറ്റിയില്ല, മറന്നുപോയി എന്നാണെങ്കിലും ഹോ ഗയാ മാത്രം യൂസ് ചെയ്യാം കേട്ടോ. കം ഹോ ഗയാ ക്യാ എന്ന് വെച്ചാൽ എന്താണ്, ജോലി കഴിഞ്ഞോ. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും അല്ലെ, ഇപ്പോഴും ജോലി ചെയ്യുകയാണോ. ഇപ്പോഴും അബീബി, അബീബി കാം കർ രഹേ ക്യാ, അബീബി കാം കർ രഹേ ക്യാ, അബീബി അല്ലെങ്കിൽ രഹേ ഹോ ക്യാ, അബീബി കാം കർ രഹേ ഹോ എന്ന് വെച്ചാൽ ഇപ്പോഴും ജോലി ചെയ്യുകയാണോ എന്ന് ചോദിക്കുക. പിന്നെ നമ്മൾ ചോദിക്കും അല്ലെ, എന്തെങ്കിലും സഹായം വേണോ, എന്തെങ്കിലും സഹായം. കൊയ് സഹായത്തിന് പറയുന്നത് മദത് എന്നാട്ടോ. കൊയ് മദത് ചാഹിയേ ക്യാ, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുന്ന. കൊയ് മദത് ചാഹിയേ ക്യാ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സെന്റൻസുകളൊക്കെ ആരോടെങ്കിലൊക്കെ നമ്മൾ ചോദിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം പറയുന്നത്, നമ്മളിങ്ങനെ മനസ്സിൽ ചോദിച്ചു നോക്കുക. കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ സഹായം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ. ക്യാ ആപ് മേരി മദത് കർ സക്തേ ഹോ എന്നാ ചോദിക്കാം. ക്യാ ആപ് മേരി മദത് കർ സക്തേ ഹോ, മദത് എന്ന് പറഞ്ഞാൽ സഹായം. ക്യാ ആപ് മേരി മദത് കർ സക്തേ ഹോ, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ. സക്തേ ഹോ എന്ന് ചോദിക്കുന്നത് സാധിക്കുമോ എന്നുള്ള വേർഡാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കാര്യം എനിക്ക് വേണ്ടി ചെയ്യാമോ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. ഇത് എനിക്ക് വേണ്ടി ചെയ്യാമോ. ക്യാ യേ മേരെ ലിയേ കർ ദോഗേ, അപ് യേ മേരെ ലിയേ കർ ദോഗേ എന്ന് വെച്ചാൽ എന്താ, താങ്കൾ ഇത് എനിക്ക് വേണ്ടി ചെയ്യാമോ എന്ന് ചോദിക്കുന്നതാ. ക്യാ, ഈ ക്യാ എന്ന് പറയുന്നത് ആദ്യം വേണമെങ്കിൽ ആദ്യം, അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ അവസാനം പറയാം കേട്ടോ. അപ് മേരെ ലിയേ യേ കർ ദോഗേ ക്യാ എന്നും ചോദിക്കാം. ഓക്കെ, താങ്കൾ ഇത് എനിക്ക് വേണ്ടി ചെയ്യുമോ എന്നുള്ളതാ. അതല്ലെങ്കിൽ താങ്കൾക്ക് ചെയ്യാൻ കഴിയുമോ,
അവിടെ കഴിയുമോ എന്ന് പറയുന്നതാണെങ്കിൽ മാത്രമാണ് ഇവിടെ സക്ത എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ക്യാ യേ മേരെ ലിയേ കർ സക്തേ ഹോ. മനസ്സിലാവുന്നുണ്ടോ? ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. താങ്കൾക്ക് ഇത് എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന. ഓക്കെ, അതുപോലെ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഇതും കൂടി ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. ഇതും കൂടെ ചെയ്യാൻ കഴിയുമോ? എങ്ങനെയാ? യേ ബി കർ സക്തേ ഹോ, യേ ബി കർ സക്തേ ഹോ ക്യാ. ഓക്കെ, അതല്ലെങ്കിൽ ക്യാ യേ ബി കർ സക്തേ ഹോ. ക്യാ മുൻപിലോ അല്ലെങ്കിൽ ബാക്കിലോ വെച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. ക്യാ യേ ബി കർ സക്തേ ഹോ, ഇതും കൂടി ചെയ്യാൻ സാധിക്കുമോ? കഴിയെങ്കിൽ കഴിയും, യെസ് പറയും. കഴിയില്ലെങ്കിൽ നോ പറയും അല്ലെ. യെസ് അല്ല ഹാ എന്ന് പറയും, അല്ലെങ്കിൽ നോ അല്ലെ നഹി എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചോദിക്കും അല്ലെ, ക്ഷീണിച്ചോ എന്ന് ചോദിക്കുക അല്ലെ. ക്ഷീണിച്ചോ എന്നെങ്ങനെ ചോദിക്കുക? തഗ്ഗയേക്കാ, തഗ്ഗയേക്കാ എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ക്ഷീണിച്ചോ എന്ന് നമ്മൾ ചോദിക്കുന്ന തഗ്ഗയേക്കാ, ക്ഷീണിച്ചോ. ക്ലിയർ ആയോ? ഇനി അതുപോലെ ഈ സക്തായ വെച്ചിട്ടൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാൻ കഴിയുമോ? നമ്മൾ ഒരാളോട് ചോദിക്കല്ലേ, കുറച്ചു നേരം ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കത്തില്ല. അതിനിങ്ങനെയാണ്, ഈ സക്തായ വെച്ചിട്ടാണ് ഹം തോടി ദേർ ബാത് കർ സക്തേ ഹൈ ക്യാ, ഹം തോടി ദേർ ബാത് കർ സക്തേ ഹൈ ക്യാ. അതാണ് ഈ സക്തായ എന്നുള്ള വാക്കിന്റെ പ്രയോഗം കേട്ടോ. നമുക്ക് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുമോ, കഴിയുമോ, സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന. അതുപോലെ തന്നെ നിനക്ക് നാളെ വരാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. നിനക്ക് നാളെ വരാൻ പറ്റുമോ എങ്ങനെയാ ചോദിക്കണ്ടേ? ക്യാ തും കൽ ആ സക്തേ ഹോ. ഓക്കെ, ക്യാ തും കൽ ആ സക്തേ ഹോ, നിനക്ക് നാളെ വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന. ക്യാ തും കൽ ആ സക്തേ ഹോ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എന്താ നോർമലായിട്ട് ചോദിക്കുന്നത്, ഭക്ഷണം തയ്യാറായോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. ഇവിടെ ഭക്ഷണം എന്ന് പറയാനായിട്ട് ഖാന എന്നാണ്. ഓക്കെ, കഴിക്കുക എന്ന് പറയുന്നതും ഖാന തന്നെയാണ്. ഖാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. ഇവിടെ കഴിച്ചു എന്ന് പറയാനായിട്ട് കായ, ആ ഖാനയുടെ പാസ്റ്റ് ഫോം കായ. അപ്പൊ ഭക്ഷണം കഴിച്ചോ എങ്ങനെ ചോദിക്കുക? ഖാന കായ ഹൈക്ക, ഖാന കായ ഹൈക്ക, ഭക്ഷണം കഴിച്ചോ. ഇനിയിപ്പോ നമ്മള് ഭക്ഷണം തയ്യാറാണോ എന്ന് ചോദിക്കാനാണെങ്കിൽ ഖാന തയ്യാർ ഹോ ഗയാ ക്യാ, ഖാന തയ്യാർ ഹോ ഗയാ ക്യാ. ഇവിടെ ഭക്ഷണമല്ല, ആരായാലും തയ്യാറായോ, നീ തയ്യാറായോ എന്ന് ചോദിക്കുമ്പോ ക്യാ തും തയ്യാർ ഹോഗേ എന്ന് ചോദിക്കാം കേട്ടോ. ക്യാ തും തയ്യാർ ഹോഗേ, നീ തയ്യാറായോ എന്ന് ചോദിക്കുന്ന. ഇനി നീ തയ്യാറാണോ, ഇപ്പൊ നമ്മളിപ്പോ തയ്യാറായോ എന്ന് ചോദിക്കുന്നത് റെഡി ആയി അല്ലെ, നമ്മൾ എവിടെയെങ്കിലും പോവാനൊക്കെ റെഡി ആയോ എന്ന് ചോദിക്കുന്ന. അതല്ലാതെ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നീ തയ്യാറാണോ, ഇപ്പൊ ടൂർ പോവാൻ നീ തയ്യാറാണോ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. അവിടെ ക്യാ തും തയ്യാർ ഹോ അല്ലെങ്കിൽ തും തയ്യാർ ഹോ ക്യാ എന്നാണ് ചോദിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? നീ തയ്യാറാണോ, തും തയ്യാർ ഹോ ക്യാ. ഇനി അടുത്തൊരു സെന്റൻസ് നമ്മുടെ പരിചയക്കാരോട് നമ്മൾ ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കത്തില്ല. വാട്സപ്പ് എന്ന് ചോദിക്കാനായിട്ട് ക്യാ ഹാലേ എന്ന് ചോദിച്ചാൽ മതി. ക്യാ ഹാലേ, എന്തൊക്കെയുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ക്യാ ഹാലേ എന്ന് ചോദിക്കാം. ഇനി അതല്ല, ഇപ്പൊ ഹാലത്ത് നമ്മൾ വാക്കുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ക്യാ ഹാലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു റിപ്ലൈ ഉണ്ടായിരുന്നു, അവിടെ അവസ്ഥ എന്നല്ലേന്ന്. അത് ഹാലത്താണ്. ഉസ്കി ഹാലത്ത് ഖറാബ്, അവന്റെ അവസ്ഥ മോശമാണ് എന്ന് പറയുന്നതാ കേട്ടോ. ഖറാബ് എന്ന് പറയുന്നത് മോശം എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പൊ അവിടെ ഹാലത്ത് എന്ന് പറയുമ്പോൾ അവസ്ഥയാണ്. ഇവിടെ ഹാൽ എന്നാണ് നമ്മൾ പറയുന്നത്. ക്യാ ഹാലേ, എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന. അതുപോലെ തന്നെ വീട്ടിലെല്ലാരും എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ. വീട്ടിലെല്ലാരും ഗർമേ സബ് ടീക്ക് ഹൈ, അല്ലെങ്കിൽ ഗർമേ സബ് കൈസേ ഹൈ, ഗർമേ സബ് കൈസേ ഹൈ, വീട്ടിൽ എല്ലാവരും എങ്ങനെയുണ്ട്. ആ സബ് എന്ന് പറയുമ്പോൾ എല്ലാം എന്നുള്ള അർത്ഥത്തിൽ വന്നു കേട്ടോ. ഇവിടെ എല്ലാവരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗർമേ സബ് കൈസേ ഹൈ, വീട്ടിലെല്ലാവരും എങ്ങനെയുണ്ട്. അപ്പൊ എന്താ, സബ് ടീക്ക് ഹൈ, സബ് ടീക്ക് ഹൈ അല്ലെ. എല്ലാവരും ടീക്ക് ഹൈ, ഓക്കെ ആണ് എന്ന് പറയുന്നതാ. ഓക്കെ, ഇനി അടുത്ത് വളരെ ചെറിയ ചോദ്യം കേട്ടോ. ആരെ വിളിച്ചേ എന്ന് ചോദിക്കും അല്ലെ. എന്നെ ആരാണ് വിളിച്ചത്. ഇവിടെ നമ്മൾ ക്യായല്ല കിസ്നെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യുന്നത്. മുജെ കിസ്നെ ബുലായ, മുജെ കിസ്നെ ബുലായ, എന്നെ ആരാണ് വിളിച്ചത്. ഓക്കെ, ഇനി ഇതാരാണ് ചെയ്തത് എന്ന് ചോദിക്കാനാണെങ്കിലോ, ഏ കിസ്നെ കിയ, ഏ കിസ്നെ കിയ, ഇതാരാണ് ചെയ്തത്, ഇതാരാണ് പറഞ്ഞത്. ഏ കിസ്നെ കഹ, ഏ കിസ്നെ കഹ. ഓക്കെ, എന്നെ വിളിച്ചോ നമ്മൾ ചോദിക്കത്തില്ല. എന്നെ വിളിച്ചോ എങ്ങനെയാ, മുജെ ബുലായ ക്യാ, മുജെ ബുലായ ക്യാ. അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും വിളിച്ചോ, മുജെ കൊയ് ബുലായ ക്യാ, എന്നെ ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിക്കുന്ന.
അപ്പൊ ഇത്രയും മതി, ഒരു 10-25 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഒരു ദിവസം 2-3 ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കുക. അതിന്റെ ആൻസർ ഓൾമോസ്റ്റ് യെസ് ഓർ നോ എന്നുള്ളതാണ് കൂടുതലും വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ആൻസർ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്ത്. ഓക്കെ, കൂടാതെ തന്നെ ഇപ്പൊ ഈയിടെയായിട്ട് നമ്മുടെ മെയിൻ ചാനലിലും അതുപോലെ മെമ്പേഴ്സ് ഓൺലൈനിലും വീഡിയോസ് ഇടാൻ ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വേറെ നല്ല മക്കളുടെ ഫൈനൽ എക്സാം അതുപോലെ തന്നെ വെക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നാട്ടിലോട്ട് വരേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ കൂടിയാട്ടോ ഇനി മുന്നോട്ട് അങ്ങോട്ട് നോർമലായിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്താണ്, മെമ്പേഴ്സ് ഓൺലൈനിൽ നമ്മുടെ ചാനൽ മെമ്പേഴ്സ് ഓൺലൈനിൽ 30 days ക്ലാസ് റണ്ണിങ് ആണ്. അതിലിപ്പോൾ പ്രാക്ടീസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള 1, 2, 3 എന്നുള്ള ക്ലാസ്സുകൾ മുഴുവനായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.